ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കണ്ടു കാണും 80,000 രൂപയ്ക്ക് കാറ്. അപ്പോൾ നിങ്ങൾ ഈ തമ്മിൽ കണ്ടപ്പോൾ ഓർത്ത് കാണും ഏതെങ്കിലും പഞ്ചറാക്ക് വണ്ടി, അല്ലെങ്കിൽ തല്ലിപ്പൊളിഞ്ഞ വണ്ടി, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയ വണ്ടി, അല്ലെങ്കിൽ ഫ്ലഡ് ആയ വണ്ടി, ഇങ്ങനെ തന്നെയായിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല. നമ്മളൊരു 2010 മേലോട്ടുള്ള വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോഗ് ലാമ്പ്, അങ്ങനെ വേണ്ട എല്ലാ ഫീച്ചേഴ്സുള്ള വണ്ടിയാണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, AC ഉണ്ട്, അതേപോലെ കൂളിംഗ് ആയിട്ടുള്ള AC ഉണ്ട്, പവർ ഉണ്ട്. 1000 cc എഞ്ചിനുള്ള വണ്ടിയാണ്. 1000 cc എഞ്ചിൻ. സാധാരണ 800 വോൾട്ടൊക്കെ അപേക്ഷിച്ച് നല്ല പവറുള്ള വണ്ടിയാണ്. AC ഇട്ടാൽ അധികം വലി കുറയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് വണ്ടിയാണെന്നത്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് വിവരിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ കംപ്ലീറ്റ് വിശേഷം ഈ കാറിനെ കുറിച്ചാണ്. എല്ലാവർക്കും നാടൻ മിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. When I feel like this, I'm immortal. ഷെവർലെറ്റ് സ്പാർക്ക് എല്ലാവരും പാർട്സ് ഇല്ല, അവൈലബിലിറ്റി ഇല്ല, കമ്പനി നിർത്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വണ്ടിയാണ്. ഒരു അവൈലബിലിറ്റി, പാർട്സിന് ഒരു അവൈലബിലിറ്റി കുറവില്ല കേട്ടോ. ഇതിൻ്റെ പാർട്സ് ഇപ്പം എല്ലായിടത്തും കിട്ടും. ഒരുമാതിരിപ്പെട്ട എല്ലാ കടയിലും. ഇവിടെ കോട്ടയത്താണെങ്കിൽ ഇതിൻ്റെ 2 ഷോറൂം ഉണ്ട്. അതേപോലെ തന്നെ പാർട്സ് എല്ലാ കടയിലും അവൈലബിൾ ആണ്. ചുമ്മാ ഇതിനെക്കുറിച്ച് കുപ്രചരണം നടത്തുന്നതാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രചരണം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് നിസ്സാര വിലയ്ക്ക് 80,000 രൂപ മുതൽ 1,00,000 രൂപ വരെ റേഞ്ചിൽ നമുക്ക് സ്പാർക്ക് കിട്ടും. 2010 മുതൽ 2014 വരെയുള്ള മോഡലുകളുള്ള സ്പാർക്ക് നമുക്ക് ഈ 1,00,000 രൂപ താഴെ കിട്ടും. എന്തുകൊണ്ടും നമ്മുടെ ഓൾട്ടോ 800, അതേപോലെ തന്നെ വാഗണാറൊന്നും കമ്പയർ ചെയ്യുന്നില്ല, അതേപോലെ നമ്മുടെ ഓൾട്ടോ, ഈ മാരുതി 800 പോലുള്ള ലോ കോസ്റ്റ് ബഡ്ജറ്റുകൾ നോക്കുന്ന എല്ലാവർക്കും, അതായത് 1,00,000 രൂപ താഴെ ബഡ്ജറ്റുള്ള എല്ലാവരും നോക്കുമ്പോൾ ഒരു 2004-2005 മോഡൽ ഓൾട്ടോ അല്ലെങ്കിൽ 800 ആക്കി, മാരുതി 800 ആക്കി നോക്കുക. അതിൽ നിന്ന് എൻ്റെയുള്ള ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് 2011 മോഡലിലോട്ട് നല്ല മൈലേജ് ഉണ്ട്. ഏകദേശം 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഈ വണ്ടി നമുക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ വണ്ടിക്ക് നല്ല വലിപ്പവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ മെയിനായിട്ട് നമ്മുടെ 800 ഓൾട്ടോ പോലുള്ള വണ്ടികളിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അറിയും കുഴിയിലോട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. ഇനി ഇത് നമ്മുടെ പാർട്സ് അവൈലബിൾ അല്ല, അതേപോലെ സർവീസ് അവൈലബിൾ അല്ല, സർവീസ് അറിയാവുന്നവരില്ല എന്നൊക്കെ പറഞ്ഞ് പുജിച്ച് തള്ളുന്നവരെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം വെച്ചാൽ ഇതിനൊന്നും ഇവിടെ ഇനി സ്ഥാനമില്ല. വണ്ടിക്ക് ഒരുമാതിരിപ്പെട്ടപ്പം ഷെവർലെറ്റിൻ്റെ തന്നെ പുതിയ വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങി. അതേപോലെ ഷോറൂമുകൾ വീണ്ടും റീഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഈ വണ്ടികൾക്ക് ഇതേപോലെ തന്നെ ഈ വില കുറഞ്ഞ് നിൽക്കുന്നത് നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ് എന്തുകൊണ്ടും. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂവും എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇത് ഓൾട്ടോയും നമ്മുടെ അതേപോലെ തന്നെ മാരുതി 800 പോലുള്ള വണ്ടികളുമായിട്ടാണ്. കേട്ടൻ, ഈ 3 വണ്ടികളുമായിട്ടേ നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കൂടിയ പ്രീമിയം വണ്ടികളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. ആ വണ്ടികളെ വെച്ച് നോക്കുമ്പം അടിപൊളി ഇൻറ്റീരിയറാണ്. നമ്മുടെ ഓൾട്ടോയെക്കാളും ഒക്കെ നല്ല ഇൻറ്റീരിയറാണ്. പ്രധാനമായിട്ട് ഇതിൻ്റെ പറയുന്ന 2 വേരിയൻ്റാണ്. LS, LT എന്നൊക്കെ പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 4 പവർ വിൻഡോ, സെൻട്രലൊക്കെ AC, അതേപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. നമ്മുടെ സാധാരണ വണ്ടിക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പം ഈ വണ്ടിയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ നല്ല ഇൻറ്റീരിയർ ഇതിൻ്റെ കാണാൻ പ്രത്യേക ഭംഗിയാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. അപ്പോൾ തന്നെ ഇൻറ്റീരിയർ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നല്ല ഇൻറ്റീരിയർ എക്സ്പേസ് കാര്യങ്ങളെല്ലാം ഇതിനുണ്ട്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കണ്ടിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് നമ്മുടെ സ്പാർക്കിന് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ്. നമുക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ വരും നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയറാണ്. ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നമ്മുടെ ഓട്ടോയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. സ്റ്റിയറിംഗ് വീലും അതേപോലെ തന്നെ എല്ലാം തന്നെ നല്ലൊരു വൃത്തിയുള്ള മോഡലാണ്. ഇവിടെ ഫ്രണ്ട് 2 സ്പീക്കർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കൺട്രോൾ നോബ്സും നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കിയുള്ള ഓട്ടോ, മാരുതി 800 അങ്ങനെയുള്ള വണ്ടികൾക്കല്ല, നമ്മുടെ ഈ ഡ്രൈവർ സീറ്റിന് അങ്ങോട്ട് വരുന്ന എയറിൻ്റെ വിൻഡോ ഒക്കെ നേരെ തിരിച്ചായിരിക്കും. ഇതിൻ്റെ എല്ലാ ടേണിങ്സും കാര്യങ്ങളും എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. ഇതുണ്ടോ, നമ്മുടെ AC വെൻ്റ് ആണെങ്കിലും AC യുടെ കൂളിംഗ് വരുന്നതാണെങ്കിലും ഹോട്ട് സൈഡ് ഇപ്പറയാണ്, കൂളിംഗ് സൈഡ് ഇപ്പറയാണ്.
പിന്നെ ഡിഫോഗറൊക്കെ ഉള്ളതാണ്. ഡിഫോഗർ ഉണ്ട് കേട്ടോ. ഇതിപ്പം സാധാരണ നമ്മുടെ പ്രീമിയം ക്ലാസ്സിന് വരുന്ന പോലെ ഇതിന് നമ്മുടെ ഡിഫോഗറൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഈ ക്വാളിറ്റി ഉള്ള AC വിൻഡൊക്കെയാണ് നമുക്ക് സാധാരണ 800-നെ ഓൾട്ടോയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. അതിൽ എല്ലാ കാര്യത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത വിലയിലും ക്വാളിറ്റിയിലും എല്ലാം തന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല എല്ലാ സെൻസറും ഉണ്ട് കേട്ടോ. ഇതിപ്പം ഡോറ് തുറന്നെടുക്കുന്ന സെൻസറാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡോർ സൈഡിലോട്ട് വരുമ്പോഴത്തേനും കണ്ടോ നല്ല നമ്മുടെ കുപ്പിയൊക്കെ വെക്കാനുള്ള കപ്പ് ഹോൾഡറൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 4 പവർ വിൻഡോ, 4 പവർ വിൻഡോ. നമ്മുടെ ഈ ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതേപോലെ തന്നെ ഇത് മറ്റേ വിൻഡോ താഴാതിരിക്കാനുള്ള സ്വിച്ചാണ് കേട്ടോ. ഉണ്ടോ, ഇതെല്ലാം നമ്മുടെ ഈ വണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യമാണ് ലെഗ് സ്പേസ്. ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നല്ല ലെഗ് സ്പേസ് തന്നെ നമ്മുടെ വണ്ടിക്കുണ്ട് കേട്ടോ. സുഖമായിട്ടിരുന്ന് നമുക്ക് വണ്ടികൾ യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള വണ്ടികൾ നമുക്കറിയായിരിക്കും, ഓട്ടോയൊക്കെ അതിനൊക്കെ പുറകെ നിന്നിട്ടുണ്ടെങ്കിൽ യാത്ര എന്ന് ഭയങ്കര ക്ലേശകരമായ യാത്രയാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട് എപ്പോഴും സീറ്റ് ഇടിക്കുക, അതേപോലെ തന്നെ നടുക്കൊരു മുഴയെ കാണും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംഫർട്ടായിട്ട് 3 പേർക്ക് 2 പേർക്ക് ഇരിക്കാമെങ്കിലും നമ്മുടെ ഒരു ലോങ് ജേർണിയൊക്കെ വരുന്നതിന് മുട്ട് ഭയങ്കരമായിട്ടും വേദനിക്കും. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടും കംഫർട്ടായിട്ടും യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ റൂം. cc 4 സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ സ്പാർക്കിന് തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവറാണ്. നമ്മുടെ 800-നെയും അതേപോലെ തന്നെ ഓൾട്ടോയൊക്കെ അപേക്ഷിച്ച് ഏകദേശം നമ്മുടെ കേട്ടൻ്റെ പവർ വരും നമ്മുടെ വണ്ടിക്ക്. K സീരീസ് എഞ്ചിൻ അല്ല, എന്നാലും നല്ല വണ്ടിക്ക് നല്ലൊരു പവർ, സൂപ്പർ പവർ ഉണ്ട്. AC ഇട്ടാൽ നമുക്ക് മടുപ്പൊന്നും കിട്ടത്തില്ല. അപ്പം ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും വരുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പം ഒരു 10 ഇഞ്ചിൻ്റെ ചെണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ നമ്മുടെ ഈ ആൾട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പഴയ ആൾട്ടക്കോട്ടനാണെങ്കിൽ ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒട്ടും സ്പേസ് പിന്നെ കാണത്തില്ല, ഒട്ടും സ്പേസ് കാണത്തില്ല. പിന്നെ അടുത്ത സാധനങ്ങൾക്കൊക്കെ ഉണ്ട്. ഇവിടെ വീണ്ടും നമുക്ക് ഇനി എന്തോരം വേണ്ട സാധനം വെക്കാനുള്ള നല്ല സ്പേസ് ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. സാധാരണ വണ്ടിയേക്കാളും അപേക്ഷിച്ച് നല്ല ഒരു വലിയ സ്റ്റിയറിംഗ് വീലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് തിരിച്ചാൽ മതി നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേനാണെങ്കിൽ. പിന്നെ അകത്തുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര കൂളാണ്. AC ഇട്ടിട്ടുണ്ട്. AC അത്യാവശ്യം നല്ല കൂളിങ്ങുള്ള AC ആണ്. അതേപോലെ തന്നെ നമുക്ക് കൂൾ ഡ്രൈവിംഗ് ആണ്. ഗിയറൊക്കെ പക്ക നമുക്ക് ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിയുടെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വണ്ടിക്കകത്ത് അധികം എഞ്ചിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അകത്തോട്ട് കേൾക്കത്തില്ല. അതിൻ്റെ ഒരു മെയിൻ ഘടന തന്നെയാണ്, എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇതിപ്പോൾ നോക്കിയാണ് നമ്മൾ 3rd ഗിയറിലാണ് ഒരു കയറ്റമാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം AC ഇട്ടിട്ടുണ്ടെങ്കിലും വലിയ പവർ വ്യത്യാസം വണ്ടിക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല പവറും ഉണ്ട് വണ്ടിക്ക്. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഒരു 80,000 1 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമ്മുടെ പഴയ വണ്ടി തപ്പുന്നതിലും പറയാം എന്തുകൊണ്ടും നല്ല നമ്മുടെ ഓൾട്ടോ കേട്ടന്, അതേപോലെ തന്നെ മാരുതി 800 ഇത്തരം വണ്ടികൾ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഈ വണ്ടി തന്നെയാണ് ആപ്റ്റ്. നല്ല പവർ നോട്ടം, നല്ല പെർഫോമൻസ് പെർഫോമൻസോ അതുപോലെ എല്ലാ കാര്യങ്ങളും വണ്ടിക്കുണ്ട്. AC കാര്യങ്ങളും എല്ലാം നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ആപ്റ്റായിരിക്കും ഈ വണ്ടി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പം എല്ലാവരും ഇതിനെ പാർട്സിൽ അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന സാധനത്തിൽ നമുക്ക് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ എക്കോണമിക്കലി നല്ല ലാഭമാണ്, മൈലേജും ഉണ്ട്, മെയിൻ്റനൻസും കുറവാണ്, സർവീസും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവരും സർവീസും ഉണ്ട്, പാർട്സും അവൈലബിലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരിലേക്കും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവരും പുതിയ വീഡിയോ വരുന്നിടം വരെ ദിസ് ഇസ് ജിഷ്ണു മറ്റക്കര സൈനിങ് ഓഫ്.